ഇന്ത്യ വിഭിന്നമായ ഭക്ഷണരീതികളുടെയും സംസ്കാരങ്ങളുടെയും നാടാണ്. ഇവിടെ ഭക്ഷണത്തിൽ മാംസാഹാരം ഒരു പ്രധാന ഘടകമാണ്. ഒപ്പം മാംസാഹാരത്തിന്റെയും പ്രത്യേകിച്ച് ബീഫിന്റെയും പേരിൽ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ചർച്ചയാകാറുണ്ട്. ഇന്നത്തെ നമ്മുടെ വിഷയം പ്രധാനമായും കഴിക്കുവാൻ വാങ്ങുന്ന മാംസം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരം തന്നെയാണോ എന്ന് നിങ്ങൾക്ക് എത്രമാത്രം അറിയാം എന്നതാണ്. വടക്കേ അമേരിക്കയിൽ എരുമ മാംസത്തെ സാധാരണയായി ബൈസൺ മീറ്റ് അഥവാ കാട്ടുപോത്തിന്റെ മാംസം എന്നാണ് വിളിക്കുന്നത്. ബഫല്ലോ മീറ്റ് എന്നും വിളിക്കാറുണ്ട്. ഫിലിപ്പീൻസ് പോലെയുള്ള മറ്റു പ്രദേശങ്ങളിൽ ഇതിനെ കാരാ ബീഫ് എന്ന് വിളിക്കുന്നു. ഫിലിപ്പീൻസിൽ വാട്ടർ ബഫല്ലോയുടെ പേര് കാരാബാവോ എന്നാണ്. അതുകൊണ്ടാണ് അതിനെ ബീഫുമായി ബന്ധപ്പെടുത്തി കാരാ ബീഫ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലും നേപ്പാളിലുമാകട്ടെ ഇതിനെ റെഡ് ബീഫ് അല്ലെങ്കിൽ ബഫ് എന്നും വിളിക്കാം. പാകിസ്ഥാനിൽ 20 മാസത്തിൽ താഴെയുള്ള എരുമയുടെ മാംസം ബാൻസ് ഗോഷ് എന്ന് അറിയപ്പെടുന്നു. ഗോഷ് എന്ന മാംസം എന്നാണ് അർത്ഥം. ഇന്ത്യയിൽ കോഴിയിറച്ചി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പോത്തിറച്ചിയാണ്. അതിനുശേഷം ആട്ടിറച്ചി. എന്നാൽ പലപ്പോഴും ഉപഭോക്താക്കൾക്ക് ഇവ തമ്മിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. മാംസത്തിൽ പ്രോട്ടീന്റെ അളവ് കൂടുതലാണ്. ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാൻ മാംസം സഹായിക്കുന്നു. പോത്ത്, കാള, പശു, എരുമ എന്നിവയുടെ ഇറച്ചിയെ പൊതുവായി ബീഫ് എന്ന് വിളിക്കുന്നു. പോത്തിറച്ചി വാങ്ങാൻ ചെല്ലുമ്പോൾ കാളയിറച്ചി ലഭിച്ചു എന്ന് പൊതുവെ എല്ലാവരും പരാതിപ്പെടാറുണ്ട്. കേരളത്തിൽ പൊതുവെ പോത്തിറച്ചിയോടാണ് പ്രിയം. എങ്കിൽ കൂടിയും പോത്തിറച്ചിക്കൊപ്പം കാളയിറച്ചിയും കയറ്റി മിക്സ് ചെയ്തായിരിക്കും മിക്കവാറും കച്ചവടക്കാർ നമ്മളെ പറ്റിക്കുന്നത്. അതുകൊണ്ട് പോത്തിറച്ചിയും കാളയിറച്ചിയും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കുന്നത് കുറച്ചെങ്കിലും തട്ടിപ്പിൽ നിന്ന് നമ്മളെ രക്ഷിക്കും എന്ന് പ്രതീക്ഷിക്കാം. പോത്തിറച്ചിയിലെ കൊഴുപ്പിന് വെള്ള നിറമാണ്. കാളയിറച്ചിയിലെ കൊഴുപ്പിന് മഞ്ഞ കലർന്ന വെള്ള നിറം കാണാം. പോത്തിറച്ചിക്ക് കാളയിറച്ചിയേക്കാൾ കൂടുതൽ ചുവപ്പ് നിറമുണ്ട്. കാളയിറച്ചിയേക്കാൾ പോത്തിറച്ചിയിൽ കൊഴുപ്പ് കുറവാണ്. പോത്തിറച്ചി വേവിക്കാൻ കുറച്ച് സമയം മതി. അതിനാൽ പാചകത്തിന് കൂടുതൽ അനുയോജ്യമാണ്. ഗുണമേന്മയിലും രുചിയിലും പോത്തിറച്ചിയാണ് മുൻപിൽ നിൽക്കുന്നത്. അപ്പോൾ കാളയിറച്ചിയുടെ നിറം നോക്കുമ്പോൾ പോത്തിറച്ചിക്ക് ചുവപ്പ് നിറം കൂടുതലായിരിക്കും. അവിടെയും കച്ചവടക്കാർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യും. കാളയിറച്ചിയിൽ രക്തം ഇറ്റിച്ച് ഇടും. അപ്പോൾ കളറ് ചുമപ്പായിട്ട് കൂടും കാണുമ്പോൾ. അങ്ങനെ പറ്റിക്കും ഇവരെ എല്ലാ രീതിയിലും നമ്മളെ പറ്റിക്കാൻ നോക്കും. ഏതായാലും അറിഞ്ഞിരിക്കുക, സാധ്യമാകുന്ന ഇടങ്ങളിൽ നമ്മൾ ഈ അറിവ് ഉപയോഗിച്ച് നല്ല ഇറച്ചി വാങ്ങുവാൻ ശ്രമിക്കുക. അടുത്തത് ആട്ടിറച്ചിയും പോത്തിറച്ചിയും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. പോത്തിറച്ചിയിൽ കൊഴുപ്പിന്റെ നേർത്ത വരകൾ കാണാം. മണമുണ്ട്. അതിലൂടെ തന്നെ അതിനെ തിരിച്ചറിയാൻ സാധിക്കും. പോത്തിറച്ചിയിൽ ആട്ടിറച്ചിയേക്കാൾ കൂടുതൽ മാംസ്യവും പ്രോട്ടീനും ഉണ്ട്. 1 വയസ്സിൽ താഴെയുള്ള ആടിന്റെ ഇറച്ചിക്ക് ലാമ്പ് എന്നും പറയാറുണ്ട്. പിന്നെ നമ്മൾക്കെല്ലാം അറിയാവുന്നതുപോലെ ആട്ടിറച്ചിയുടെ വില പോത്തിറച്ചിയേക്കാൾ 3-4 മടങ്ങ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആട്ടിറച്ചിക്കൊപ്പം കാളയിറച്ചി ചേർക്കാറുണ്ട്. അല്ലെങ്കിൽ മറ്റു മാംസങ്ങളും ഒക്കെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. നായയുടെ വരെ കയറ്റുമെന്നൊക്കെയാ പറയുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ആട്ടിറച്ചി വിശ്വാസയോഗ്യമായ ഇടങ്ങളിൽ നിന്ന് മാത്രം വാങ്ങി ഭക്ഷിക്കാൻ ശ്രമിക്കുക. ഇറച്ചികളിൽ പ്രിയമുള്ള മറ്റൊന്നാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പന്നിയിറച്ചി. പന്നിയിറച്ചിക്ക് കുറച്ച് കട്ടിയായ പുറന്തൊലി കൂടി കാണും. പന്നിയിറച്ചി വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് കാണാം കട്ടിയുള്ള ഒരു പുറന്തൊലി കൂടെ കാണും. അത് കൊഴുപ്പോട് കൂടിയത്. ഇത് തിരിച്ചറിയാൻ സാധിക്കും. അതേപോലെ അതിനൊരു പിങ്ക് കളറായിരിക്കും. പിന്നെ അതിന്റെ പഴക്കം ഒരു വിഷയമാണ്. ചിലപ്പോൾ മിക്ക കടകളിലൊക്കെ വരുന്നത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് നേരത്തെ വെടിയ ഇറച്ചി ഫ്രീസറിലും ഒക്കെ വെച്ചിട്ട് ആണ്. കാരണം ഇത് എല്ലായിടത്തും അവൈലബിൾ അല്ല. പ്രത്യേക സ്ഥലങ്ങളിൽ പന്നിയെ വളർത്തി വെട്ടുന്നത് മറ്റ് ഇടങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും കാലപ്പഴക്കം കൊണ്ട് ഇറച്ചി ചീത്തയാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പിന്നെ പിങ്ക് നിറമായിരിക്കും. പോത്തിറച്ചിയേക്കാൾ മൃദുവായിരിക്കും പന്നിയിറച്ചി. ഇപ്പോൾ ഏതാണ്ട് പന്നിയിറച്ചിയുടെയും പോത്തിറച്ചിയുടെ എല്ലാം വില ഒരുപോലെയൊക്കെയാണെന്നാണ് തോന്നുന്നത്. മലയാളികളുടെ ഭക്ഷണ രീതിയിൽ മാംസാഹാരത്തിന് നല്ലൊരു പങ്കുണ്ട്. സാധാരണ പോത്തിറച്ചി ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. എങ്കിലും പോത്തിറച്ചിക്കൊപ്പം മറ്റ് ഇറച്ചിയായ കാളയിറച്ചി മിക്സ് ചെയ്ത് കൊടുക്കും. അതുപോലെ ആട്ടിറച്ചിയുടെ വില പോത്തിറച്ചിയേക്കാളും കൂടുതലാണ്. അപ്പോൾ കൂടുതൽ ലാഭകരമാക്കുവാൻ വേണ്ടി കച്ചവടക്കാർ ആട്ടിറച്ചി എന്ന പേരിൽ കാളയിറച്ചി കയറ്റി കൊടുക്കാറുണ്ട്. അതുപോലെ പ്രധാന ആഘോഷ സമയങ്ങളിൽ മട്ടൺ, അതായത് ആട്ടിറച്ചിയും പന്നിയിറച്ചിയും കൂടുതൽ തോതിൽ വിറ്റുപോകാറുണ്ട്. അത് വലിയ വിലയ്ക്കായിരിക്കും. അപ്പോൾ അതിനെ കൂടുതൽ ലാഭകരമാക്കുവാൻ വേണ്ടി കച്ചവടക്കാർ അതിലും കുറഞ്ഞ വിലയുള്ള മാംസം കയറ്റി വാങ്ങുന്നവരെ പറ്റിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കൊഴുപ്പിന്റെ നിറം, മാംസത്തിന്റെ നിറം, മണം, ഇതൊക്കെ നോക്കി അതിന്റെ കട്ടി, മാംസത്തിന്റെ ആ ഒരു ഹാർഡിനെസ്, അതൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കുവാൻ. അതേപോലെ ഒരു പ്രാവശ്യം പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയണം. ഇറച്ചിക്കടക്കാരൻ്റെ അടുത്ത് നിന്ന് പറയണം, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറ്റിച്ചു, കഴിഞ്ഞ പ്രാവശ്യം തന്ന മാംസം ശരിയല്ല. 2-3 പേര് നിൽക്കുമ്പം പറയുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അന്നേരം അവർ കുറച്ചുകൂടെ ഒന്ന് കെയർഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. അതിനിടെ വേറെ ഒരു കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല.
ഏതായാലും ഇതിനോടൊപ്പം കുറച്ച് രാഷ്ട്രീയം കൂടി പറയാതെ പോയാൽ ശരിയാവില്ല. മാംസാഹാരത്തിൽ രാഷ്ട്രീയം ഉണ്ട്. അത് കേരളത്തിൽ പ്രത്യേകിച്ച് നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ കൂടിയും റെഡ് മീറ്റുകളായ ബീഫിന്റെയും പോർക്കിന്റെയും ഒക്കെ ഉപഭോഗം കൊളസ്ട്രോൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇവയ്ക്ക് കാരണമാകുന്നുണ്ട് എന്ന് എല്ലാ പഠനങ്ങളും കാണിക്കുന്നുണ്ട്. ഒപ്പം ഡോക്ടർമാരും നിർദ്ദേശിക്കാറുണ്ട് കഴിവതും ഇതിന്റെ ഉപഭോഗം കുറയ്ക്കണമെന്ന്. കേരളത്തിൽ അതുകൊണ്ട് ഇത്തരം രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരികയുമാണ്. ഇങ്ങനെ ഉപഭോഗം കൂടുന്നത് കാരണം വിലയും രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മട്ടന്റെയും ബീഫിന്റെയും ഒക്കെ വില ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് കേരളത്തിൽ. അതുപോലെ തന്നെ നമ്മൾ പഴത്തിന്റെയും പച്ചക്കറിയുടെ ആവശ്യങ്ങൾക്കായി മറ്റു സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. കൃഷി ഇല്ല. അങ്ങനെ തരിശു ഭൂമികൾ കൂടുകയാണ്. മാംസാഹാരത്തിനൊപ്പം വൻതോതിൽ മദ്യപാനം, അതായത് ഇറച്ചി മേടിച്ചാൽ അതിനോടൊപ്പം കുറച്ച് മദ്യം കൂടെ വേണം എന്ന് നിർബന്ധമുള്ള ആളുകളാണ് മലയാളികളിൽ ഭൂരിഭാഗവും. പിന്നെ കേരളത്തിൽ സാധാരണക്കാർക്ക് പോലും ബീഫിനൊപ്പം കുറച്ച് മദ്യം കൂടെ വേണം. ദിവസക്കൂലിക്കാർക്കാണെങ്കിൽ ഒരു പൈൻറ്റോ അല്ലെങ്കിൽ ക്വാർട്ടറോ ഒക്കെ വേണം ദിവസവും. ഇതിന് നല്ല വിലയാണ്. അപ്പം മദ്യത്തിനും അതിനോടൊപ്പം പൊറോട്ടയും ബീഫും ഒക്കെ നിർബന്ധവുമാണ് പലർക്കും. അതിനെല്ലാം കൂടെ നല്ലൊരു തുക ചെലവഴിക്കേണ്ടി വരും. ദിവസക്കൂലിയായി കിട്ടുന്ന തുകയുടെ ഭൂരിഭാഗവും ഇതിനു വേണ്ടി പിന്നെ ചെലവഴിച്ചു കഴിഞ്ഞാൽ വീട്ടിലുള്ള കുട്ടികളുടെ പഠനവും മറ്റ് ആവശ്യങ്ങളും അതോടെ ബുദ്ധിമുട്ടിലാവും. ഇതിന്റെ പേരിൽ ശാരീരികവും മാനസികവുമായ പീഡനങ്ങളും വീടുകളിൽ നടക്കാറുണ്ട്. ഇത്തരം അക്രമങ്ങൾക്കും അനീതിക്കുമെതിരെ നമ്മൾ ശബ്ദമുയർത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ബീഫിന്റെയും മദ്യത്തിന്റെയും ഉപഭോഗം കുറയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകണം.